ഫ്രഞ്ച് ഭരണപ്രദേശമായ റിയൂണിയൻ ദ്വീപിലെ പ്രശസ്തമായ പിറ്റൻ ഡി ലാ ഫോർണൈസ് അഗ്നിപർവ്വതത്തിൽ നിന്നുള്ള ലാവ 19 വർഷത്തിന് ശേഷം ആദ്യമായി ഇന്ത്യൻ സമുദ്രത്തിൽ പതിച്ചു. ഫെബ്രുവരി 13 ആരംഭിച്ച അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് ആഴ്ചകളായി ഒഴുകിക്കൊണ്ടിരുന്ന ലാവയാണ് ഇപ്പോൾ സമുദ്രതീരത്ത് എത്തിയിരിക്കുന്നത്. ദ്വീപിലെ പ്രധാന പാതയായ RN2 കോസ്റ്റൽ റോഡ് മുറിച്ചു കടന്നാണ് ലാവ സമുദ്രത്തിലേക്ക് ഒഴുകിയിറങ്ങിയത്. ചൂടുള്ള ലാവ തണുത്ത സമുദ്രജലവുമായി സമ്പർക്കത്തിൽ വന്നതോടെ വലിയ തോതിൽ ആവിയും പുകയും ഉയരുന്നത് മേഖലയിൽ ദൃശ്യമാണ്. 2 പ്രധാന ലാവാ പ്രവാഹങ്ങൾ കാരണം ദ്വീപിന്റെ തെക്ക് കിഴക്കൻ മേഖലകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന ഹൈവേയിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. അഗ്നിപർവ്വതത്തിൽ നിന്നുള്ള വിഷവാതകങ്ങളും ഭൂപ്രകൃതിയുടെ മാറ്റങ്ങളും കണക്കിലെടുത്ത് അധികൃതർ പ്രദേശത്ത് കടുത്ത സുരക്ഷാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2007 ഇതിനു മുമ്പ് സമാനമായ രീതിയിൽ ലാവ സമുദ്രത്തിൽ പതിച്ചത്. ലോകത്തിലെ തന്നെ ഏറ്റവും സജീവമായ അഗ്നിപർവ്വതങ്ങളിൽ ഒന്നാണ് പിറ്റൻ ഡി ലാ ഫോർണൈസ്. സമുദ്രത്തിലേക്ക് ലാവ വെള്ളച്ചാട്ടം പോലെ ഒഴുകുന്ന അപൂർവ ദൃശ്യം കാണാൻ നിരവധി പേരാണ് താൽപര്യം പ്രകടിപ്പിക്കുന്നത്. എങ്കിലും സുരക്ഷാ കാരണങ്ങളാൽ ആരെയും അങ്ങോട്ട് പ്രവേശിപ്പിച്ചിട്ടില്ല.